കൊട്ടിഘോഷിച്ച ചബഹാർ തുറമുഖം ഇറാൻ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ പേടിച്ച് മറ്റാർക്കോ നൽകി ഇന്ത്യ പോകുന്നു എന്ന മോദി വിരുദ്ധരുടെ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയാണ് വീഡിയോ. ഇറാന്റെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നു എന്ന പ്രചാരണങ്ങൾക്ക് ചില വിരാമങ്ങൾ സംഭവിക്കുകയാണ്. അമേരിക്കൻ ഉപരോധവും ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകളും ഒക്കെ നിരവധി പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. ആ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യക്ക് ഈ പദ്ധതിയോടുള്ള താല്പര്യം ഇന്ത്യ ആവർത്തിച്ച് പ്രസ്താവിച്ചിരുന്നു. നേരിട്ടുള്ള ഇടപെടലിന് പകരം ടാക്ടിക്കൽ പ്രാഗ്മാറ്റിസം, ഇങ്ങനെ ഒരു പുതിയ ശൈലിയാണ് ഇനി ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത്. അമേരിക്കൻ ഉപരോധം വല്ലാതെ കടുക്കുന്ന ഒരു സാഹചര്യമാണ്. തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല താൽക്കാലികമായ ഒരു ഇറാനിയൻ ഏജൻസിക്ക് കൈമാറാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. അതിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ തട്ടരുത്, അങ്ങനെ തന്നെ പദ്ധതി നിലനിർത്താം. ഇന്ത്യ വാങ്ങിയ $120 ദശലക്ഷം വില മതിക്കുന്ന ക്രെയിനുകളും മറ്റ് ഉപകരണങ്ങളും ഇറാനിയൻ ഏജൻസിക്ക് ലീസ് അടിസ്ഥാനത്തിൽ നൽകും. ഇത് ഉടമസ്ഥാവകാശം ഇന്ത്യയിൽ തന്നെ നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി രാജ്യാന്തര സാഹചര്യം മെച്ചപ്പെടുമല്ലോ. അങ്ങനെ മെച്ചപ്പെടുമ്പോൾ ഇന്ത്യ നേരിട്ട് തിരിച്ച് നിയന്ത്രണം ഏറ്റെടുക്കും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ ചരക്കെത്തിക്കാനുള്ള ഏക കവാടമാണ് ചബഹാർ. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്തെ പ്രതിരോധിക്കാൻ ചബഹാറിലെ ഇന്ത്യൻ സാന്നിധ്യം അത്യാവശ്യമാണ്. റഷ്യയുമായും യൂറോപ്പുമായും ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി കൂടിയാണിത്. കേന്ദ്ര ബജറ്റിൽ ചബഹാറിനായി പ്രത്യേകം തുക വകയിരുത്താതിരുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നാൽ അമേരിക്കയുടെ കർശന നിരീക്ഷണത്തിൽ നിന്നും പദ്ധതിയെ മാറ്റി നിർത്താനുള്ള പ്ലാൻ ബിയുടെ ഭാഗമാണിത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതൊരു മടക്കയാത്രയല്ല, മറിച്ച് അതീവ ജാഗ്രതയോടെയുള്ള ചുവടുവയ്പ്പാണ്. ഇന്ത്യയുടെ ദീർഘകാല താൽപര്യങ്ങൾക്ക് ചബഹാർ അനിവാര്യമാണ് എന്ന ബോധ്യം വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട്. അമേരിക്കൻ ഭരണകൂടവുമായി രഹസ്യ ചർച്ചകൾ തുടരുന്നതിനൊപ്പം തന്നെ ഇറാനുമായുള്ള ബന്ധം വഷളാകാതിരിക്കാനും ഇന്ത്യ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചബഹാർ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ കൈവിടുകയല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യങ്ങളെ അതിജീവിക്കണം. അതിനായി തന്ത്രമൊന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ ദക്ഷിണ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം ഉള്ളതാണ്. വടക്കോട്ടുള്ള ഇന്ത്യയുടെ ഗോൾഡൻ ഗേറ്റ് എന്നാണ് ചബഹാർ അറിയപ്പെടുന്നത്. വെറും വ്യാപാരം കൊണ്ട് മാത്രമല്ല, മറിച്ച് റീജിയണൽ സ്ട്രാറ്റജി കൊണ്ടും ഈ തുറമുഖം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യക്ക് ആക്സസ് നൽകുന്ന ഒരു പ്രവേശന കവാടം കൂടിയാണിത്. പാകിസ്ഥാന്റെ ഗ്വാദർ പോർട്ടിൽ നിന്ന് 170 കിലോമീറ്റർ മാത്രം അകലെയാണ് ചബഹാർ തുറമുഖം. ചൈനയുടെ സഹായത്തിലാണ് പാക് ഗ്വാദർ പോർട്ട് നിർമ്മിച്ചത്. ഇന്ത്യ ചബഹാറിലേക്ക് എത്തുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭയപ്പെടുത്തലിന്റെ വശം കൂടി ഇതിൽ ഉള്ളതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ ഇത് വിട്ട് കളിക്കില്ല. എന്തായാലും ഇന്ത്യ ഇതെല്ലാം കളഞ്ഞിട്ട് പോകാൻ പോകുന്നു എന്ന് കരുതി ആഘോഷിക്കുന്നവർ ഒരുപാട് പേരാണ് ഇന്ത്യയിലും ലോകത്തും അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലുമുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.